ഡൽഹിയിൽ ആപ്പിന്റെ അടിവേരിളക്കിയിരിക്കുകയാണ് BJP. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി AP 25 സീറ്റുകളിൽ BJP 44 സീറ്റുകളിൽ എന്നുള്ളതാണ്. വലിയ കനത്ത പരാജയം തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിശയും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പിന്നിൽ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ശരത് ലാൽ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ശരത് ലാൽ, അരവിന്ദ് കെജ്രിവാളും അതിശയും അടക്കമുള്ളവർ ഇപ്പോഴും പിന്നിൽ നിൽക്കുകയാണോ? ലക്ഷ്മി, പ്രധാനപ്പെട്ടവരുണ്ട്. 254 വോട്ടിന് കെജ്രിവാൾ മുന്നിലെത്തിയിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. 254 വോട്ടിന് കെജ്രിവാൾ ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ കാണുന്ന കെജ്രിവാളിന്റെ വസതിക്ക് മുമ്പിലാണ്. ഇപ്പോൾ അവിടുന്ന് ലഭിച്ച വിവരമാണ് 254 വോട്ടിന് കെജ്രിവാൾ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിലുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഏതായാലും കെജ്രിവാൾ വലുതായ 7000-ഓളം വോട്ടുകൾക്ക് പിന്നിൽ നിന്ന ശേഷം തിരിച്ചു വന്നിരിക്കുന്നു 254 വോട്ടിന് എന്ന പുതിയ വിവരമാണ് ലക്ഷ്മി നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഇത് ഒരു ട്രെൻഡായിട്ട് അല്ലെ കെജ്രിവാൾ തിരിച്ചു വരുന്നു എന്നുള്ളത് ഒരു ചെറിയ ഒരു ആശ്വാസം കെജ്രിവാളിന്റെ വസതിയിൽ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് വളരെ ചെറിയ മാർജിനാണ് 254. പക്ഷേ 7500 വോട്ടുകൾക്ക് പിറകിൽ നിന്ന ശേഷം 254 വോട്ടിലേക്ക് മുന്നിലെത്തുക എന്നത് കെജ്രിവാളിനെ സംബന്ധിച്ചോളം വലിയൊരു ആശ്വാസമാണ്. ഒരു തവണയെങ്കിലും മുന്നിലെത്തി ഇനി ഈ ലീഡ് നില കെജ്രിവാളിന് തുടരാൻ കഴിയുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. ഏതായാലും കെജ്രിവാൾ ഇപ്പോൾ മുന്നിലാണ് ലക്ഷ്മി. പർവേഷ് വർമ്മയെ പിന്നിലാക്കിയ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ നാമമാത്രമായ വോട്ടുകളാണ് അതിന് മുന്നിലാണ്. ആ ട്രെൻഡ് കെജ്രിവാളിന് നിലനിർത്താനാകുമോ അവിടെ എന്നുള്ളത് അറിയില്ല. ഏതായാലും ആശ്വാസമാണ് APയെ സംബന്ധിച്ചിടത്തോളം. അരവിന്ദ് കെജ്രിവാൾ മുന്നിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ഇലക്ഷൻ ഡെസ്കിൽ നിന്നും. ശ്രീജിത്ത്, ആം ആദ്മി പാർട്ടിക്ക് ചെറിയ ഒരു ആശ്വാസം, അരവിന്ദ് കെജ്രിവാൾ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ലക്ഷ്മി, അത് ചെറുതായിട്ട് കാണരുത്, വലിയ ആശ്വാസമാണ്. കാരണം നമ്മൾ രാവിലെ ഒരു 7 മണി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ ലക്ഷ്യമിട്ടാ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് ആപ്പിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം തല പോയാൽ പിന്നെ ജീവൻ ഉണ്ടാവില്ലല്ലോ. ആ രൂപത്തിൽ, അതായത് വലിയ ആശ്വാസമാണ് ആപ്പിന് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരുപക്ഷെ അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിയമസഭയിൽ അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാകുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. പക്ഷേ ഈ വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ള കണക്കുകൾ പ്രകാരം 42-ലധികം സീറ്റുകൾ നേടി BJP അധികാരത്തിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ അധികാരം ഉറപ്പിക്കുന്നു എന്നൊരു സൂചനയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസമൊന്നും ആപ്പിന് ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ആദ്യഘട്ടത്തിൽ പിന്നിലായിരുന്നു. അതായത് 2 മണിക്കൂറോളം പിന്നിലായ ശേഷമാണ് വോട്ടെണ്ണൽ തുടങ്ങിയ നിമിഷം മുതൽ, അല്ലല്ലോ, വോട്ടെണ്ണൽ തുടങ്ങിയ നിമിഷം മുതൽ തന്നെ പിന്നിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അതുമാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിനൊപ്പം അതിഷി പിന്നിലായിരുന്നു. അതോടൊപ്പം തന്നെ മനീഷ് സിസോദി അതായത് മനീഷ് സിസോദി അടക്കം ആപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും പിന്നിലായിരുന്നു. അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കി. ഡൽഹിയിൽ നിന്ന് ശരത്ത് പറഞ്ഞ പോലെ പ്രവർത്തകരും അണികളും ഒക്കെ ഓഫീസിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്നുമൊക്കെ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം. രാഷ്ട്രീയമായി അധികാരത്തിലെത്തിയില്ല എങ്കിൽ പോലും ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ തോൽക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തമനത്തിലേക്ക് പോകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അതിൽ നിന്നാണ് ചെറിയ ആശ്വാസമല്ല, അത് വലിയ ആശ്വാസമായി. 254 വോട്ടിന്റെ ലീഡ് എന്ന് പറയുന്നത് ആപ്പിന്റെ പ്രവർത്തകരെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു വലിയ ആശ്വാസമായി മാറും. എന്നിരുന്നാലും ഈ 42 സീറ്റുകൾ ഉറപ്പിക്കുന്നു, ലീഡ് ചെയ്യുന്നു BJP. 36 സീറ്റ് എന്ന കേവല ഭൂരിപക്ഷം കടന്ന് 42 സീറ്റുകൾ എന്ന വലിയ ലീഡിലേക്ക്, വലിയ മെജോറിറ്റിയിലേക്ക് പോകുന്നു. ഒരു 15 മിനിറ്റുകൾക്ക് മുമ്പ് 50 സീറ്റുകൾ എന്ന വലിയ മെജോറിറ്റിയിലേക്ക് പോയിരുന്നു. എന്തായാലും ഡൽഹിയിൽ ഫലസൂചനകൾ മാറി മറിയുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ഈ ലക്ഷണം ഉണ്ടായിരുന്നു. വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യ മിനിറ്റുകളിൽ 3-3 ആയിരുന്നു. പിന്നീട് 6-3 പിന്നീട് ഒപ്പത്തിനൊപ്പം വന്നു വീണ്ടും. പിന്നീട് വലിയ ഏതാണ്ട് 10-ലധികം സീറ്റുകളുടെ മെജോറിറ്റിയിലേക്ക് പോകുന്നു. കഴിഞ്ഞ 10 മിനിറ്റുകൾക്ക് മുമ്പ് 50 സീറ്റുകളായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ 42 സീറ്റുകളാണ് ലിജോ. ഈ 27 സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തിരിച്ചു വന്നതാണ്. തീർച്ചയായും അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേർ, അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിലും ജംഗ്പുരയിൽ മനീഷ് സിസോദിയും, 2 പ്രധാനപ്പെട്ട നേതാക്കൾ
ആം ആദ്മി പാർട്ടിയുടെ 1ഉം 2ഉം സ്ഥാനങ്ങളിലിരിക്കുന്ന നേതാക്കൾ ഇത്രയും നേരം ഏതാണ്ട് 3 മണിക്കൂറിന് ശേഷം അവർ മുൻപിൽ വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നത്. അങ്ങനെയാണ് അത് 27 സീറ്റുകളിലേക്ക് എത്തിയത്. അത് 20ഉം 19ഉം 18ഉം എന്ന നിലയിൽ നിന്ന് 27 സീറ്റുകൾ എന്ന നിലയിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു അഭിമാനം അല്ലെങ്കിൽ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന തരത്തിലല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയത്. അരവിന്ദ് കെജ്രിവാൾ വളരെ ചെറിയ വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ളൊരു കാര്യമാണ്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മറ്റൊരു വശത്ത് BJP സർക്കാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും എന്ന് പറയുന്ന തരത്തിലേക്ക് അത്തരം കാര്യങ്ങളിലേക്ക് വരെ ഇപ്പോൾ BJP എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പിന്നോട്ട് പോക്ക് അവർ വിചാരിക്കുന്നേയില്ല. 27 വർഷത്തിന് ശേഷം BJP വളരെ വ്യക്തമായ ലീഡോടുകൂടി ഡൽഹിയിൽ അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഏതാണ്ട് ചിത്രം വ്യക്തമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഡൽഹിയുടെ BJP അധ്യക്ഷൻ അത് പറയുകയും ചെയ്തു. രമേശ് ബിദൌരി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ സൂചന നൽകി കഴിഞ്ഞു. ഞങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാരിലേക്ക് പോവുകയാണ്, ഈ സദ്ഭരണം നൽകാൻ പോവുകയാണ്. ഡൽഹിയിൽ കഴിഞ്ഞ 27 വർഷമായി BJP കാത്തിരുന്ന ആഗ്രഹിച്ച ഈ അഭിമാനം അല്ലെങ്കിൽ അവരുടെ അഭിമാന നേട്ടത്തിലേക്ക്, വലിയ നേട്ടത്തിലേക്ക് അവർ പോവുകയാണ്. ഏതാണ്ട് BJP ആസ്ഥാനത്തൊക്കെ ശരത് നേരത്തെ സൂചിപ്പിച്ചു, ആസ്ഥാനത്ത് ആഘോഷങ്ങളിലേക്ക് പോവുകയാണ്. ഏതാണ്ട് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ ഒരു വലിയ മാറ്റം 3 പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് ഡൽഹി 10 മണിയായുള്ളൂ. പക്ഷെ 10 മണിക്ക് തന്നെ ഏതാണ്ട് തീരുമാനങ്ങൾ അതൊരു പക്ഷേ നല്ല കാര്യമാണ്. കാരണം ഈ വല്ലാത്തൊരു നെർവസ് അവസ്ഥയിലേക്ക് പോകാതെ, അത് മാത്രമല്ല ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നേതാക്കന്മാരൊക്കെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തൽക്കാലം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക. ഇനി അവരാ രാഷ്ട്രീയത്തെ കാണേണ്ടത് അങ്ങനെയാണ്. അതെ, നിങ്ങൾ മാറി നിൽക്കണം. എനിക്കതിലൊരു സംശയമുണ്ട്. ഞാനത് ഒരു പ്രഡിക്ഷൻ നൽകി ഇപ്പോൾ പറയുന്നത്. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന അഥവാ അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ച് ജയിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ആ തരത്തിൽ അതൊരു ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുന്നു, ആദ്യം മത്സരിക്കുന്നു, വിജയിക്കുന്നു, ആദ്യം തന്നെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പോകുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അയാൾ പ്രതിപക്ഷത്ത് നിന്ന് മത്സരിച്ച് ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരുമോ ആ തരത്തിലായിരിക്കും അദ്ദേഹത്തെ ഈ രാഷ്ട്രീയത്തെ കാണുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതൊരു സംശയം നൽകി ഞാൻ പറയുകയാണ്. അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. കാരണം പ്രതിപക്ഷത്ത് ഇരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ചിന്ത അരവിന്ദ് കെജ്രിവാളിനുണ്ടോ? അത്തരത്തിലൊരു രാഷ്ട്രീയ ബോധമോ പ്രത്യയശാസ്ത്ര അടിത്തറയോ അല്ലെങ്കിൽ അങ്ങനെ മുമ്പോട്ട് വരേണ്ടതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നോ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിലാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് പോകുന്നതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഇപ്പോൾ ഡൽഹിക്ക് പുറത്ത് പഞ്ചാബിൽ വരുമ്പോൾ പോലും പഞ്ചാബിൽ മറ്റു കുറേ നേതാക്കൾ ചേർന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നൊക്കെ വന്ന നേതാക്കൾ ചേർന്നുണ്ടാക്കിയ ഒരു സംവിധാനം, ആ സംവിധാനമാണ് പിന്നീട് വലിയ തരത്തിൽ അവിടെ വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഏത് തരത്തിലായിരിക്കും മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള കാണാനുള്ള കൗതുകം എന്തായാലും. തീർച്ചയായും അങ്ങനെയെങ്കിൽ വീണ്ടും അപ്പോഴും പ്രശ്നം അവിടെ നിൽക്കുന്നില്ല. അതിശി ജയിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിശി ജയിക്കാൻ പോകുന്നില്ല എന്നാണ് സൂചന. മനീഷ് സിസോദിയ പക്ഷേ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പോലും ശ്രീജിത്ത്, ലിജോ, ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം തന്നെ അത്ര ഉറപ്പായിട്ടില്ല. 343 സീറ്റ് വോട്ടുകൾ മാത്രമാണ്. 343 സീറ്റുകൾക്കാണ് അരവിന്ദ് കെജ്രിവാൾ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കെജ്രിവാൾ ജയിക്കുന്നു എന്ന് പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഏതായാലും ലീഡ് മെല്ലെ ഉയർത്തുന്നുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. ഒപ്പം സിസോദിയയും അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അതിഷി അവിടെ പിന്നിൽ നിൽക്കുകയാണ്. തീർച്ചയായും ഇതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം 28 സീറ്റുകളായി ആം ആദ്മി പാർട്ടിയുടെ ലീഡ് നില ഉയരുന്നു എന്നുള്ളതാണ്. 41 സീറ്റിലേക്ക് BJP കുറഞ്ഞു. അതായത് 50-ൽ നിന്ന് 41-ലേക്ക് അവർ കുറഞ്ഞിട്ടുണ്ട്. 36 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 28 സീറ്റുകൾ എന്നത് സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കുറെ കൂടി സമാധാനമായിട്ടുള്ള അല്ലെങ്കിൽ കുറെ അത്രത്തോളം തകർന്നു പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാവുന്ന ഒരു ലീഡ് നിലയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ വളരെ ചെറിയ വോട്ട്, 500 വോട്ടുകൾ പോലും അല്ല അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ ലീഡുള്ളത്. പക്ഷേ അത് വലിയ ആശ്വാസകരമായി നമ്മൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പറയുന്നതിന് കാരണം ഏതാണ്ട് 7 മണി തൊട്ട് ഇത്രയും സമയമായിട്ട് പോലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ലീഡ് നില ഉയർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അത്രത്തോളം മോശപ്പെട്ടൊരു സാഹചര്യത്തിലായിരുന്നു ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട തലകളെല്ലാവരും മുമ്പോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ തകർന്നു പോയൊരു സാഹചര്യം ഉണ്ട്. അതുതന്നെയാണ് എൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്കും തോന്നുന്നത്. തീർച്ചയായും BJPയെ സംബന്ധിച്ച് BJP വളരെ തുടക്കത്തിലെ വലിയ പ്രതീക്ഷയിലായിരുന്നു. അത് മാത്രമല്ല ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ മുന്നിൽ നിർത്തിയാണ് ആപ്പ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP ആണെങ്കിൽ ഇപ്പോൾ പർവേസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, പർവേസ് സാഹിബ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ രമേശ് ബിദൌരിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രോപ്പർ അല്ല കൃത്യമായൊരു ഒരു മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാട്ടാതെ ഉയർത്തിക്കാട്ടാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവർ മോദിയെയും അമിത്ഷായെയും മുന്നിൽ നിർത്തി. അത് മാത്രമല്ല ആപ്പ് ഒരു വാഗ്ദാനം കൊടുത്താൽ BJP 2 വാഗ്ദാനത്തിലേക്കാണ്. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രകടന പത്രികയൊക്കെ ഒറ്റ
പ്രകടന പത്രികയാണ്. ഇത് ഇത്തവണ മൂന്ന് ഘട്ടമാണ്. അതായത് പിന്നെ ആദ്യഘട്ടത്തിൽ സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ട്, പിന്നീട് അതിനേക്കാൾ വലിയ വാഗ്ദാനങ്ങൾ, പിന്നീട് ആപ്പിന്റെ പ്രകടന പത്രിക വരുന്നതോടെ അതിനേക്കാൾ വലിയ വാഗ്ദാനങ്ങൾ, അങ്ങനെ മൂന്ന് ഘട്ടമായിട്ട് പ്രകടന പത്രിക ഇറക്കുന്നു. വാഗ്ദാനങ്ങൾ ആപ്പിന് എന്ത് കൊടുക്കാൻ കഴിയുമോ അതിനേക്കാൾ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. കാരണം ലിജോ രാവിലെ സൂചിപ്പിച്ചത് ഈ വാഗ്ദാനങ്ങളും ഫ്രീ ബീസും ആയിരുന്നു ആപ്പിന്റെ ഒരു USB. ആ USB അതിനേക്കാൾ വലിയ USB കൊണ്ട് കട്ട് ചെയ്യാണ് ചെയ്തത് BJP. അതെ. അല്ല, ഇതിൽ തന്നെ വേറൊരു കാര്യം നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വലിയൊരു നാണക്കേടില്ലാതെ ഒരു ലാൻഡ് സ്ലൈഡ് എന്ന അവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ പോകാത്ത തരത്തിലേക്ക് ആം ആദ്മി പാർട്ടി എത്തുന്നു. അതായത് ഒരു 28-30 എന്ന നിലയിലേക്കൊക്കെ ആം ആദ്മി പാർട്ടി എത്തി നിൽക്കാൻ സാധ്യതയുണ്ട്. അതൊരു 40 സീറ്റുകൾ എന്ന നിലയിലേക്ക്, അതായത് നേരത്തെ പറഞ്ഞ പോലെ 45 മുതൽ 55 സീറ്റുകൾ വരെ BJPക്ക് അത്രത്തോളം വലിയൊരു സീറ്റ് നിലയിലേക്കൊന്നും BJP പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തോന്നുന്നു. അതായത് ഭരിക്കാനുള്ളൊരു സാധ്യത BJPക്ക് നിലനിൽക്കുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി അത്ര മോശം സാഹചര്യത്തിലല്ല കാര്യങ്ങളുള്ളത്. അതായത് ഒരു 10 സീറ്റിന്റെ താഴേക്ക് പോയാൽ വളരെ മോശമായിരുന്നു. ഒരു 10 സീറ്റിൽ താഴെ ഒരു 30 സീറ്റിനോട് അടുത്തൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഏതാണ്ട് ഒരു 30 സീറ്റ് പരാജയത്തിന്റെ ആഘാതം കുറയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നില നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. AP 28 സീറ്റുകളാണ്, BJP 41, കോൺഗ്രസ് 1 എന്നുള്ളതാണ് ഇപ്പോൾ സീറ്റ് നില.